നയപ്രഖ്യാപന പ്രസംഗത്തിലെ നാടകീയ രംഗങ്ങളോടെയാണ് 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനത്തിന് തുടക്കമായത്. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സർക്കാരിനുള്ള അനിഷ്ടം പ്രകടമാക്കിയായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. റെക്കോർഡ് വേഗത്തിൽ ചടങ്ങ് പൂർത്തിയാക്കി മടങ്ങിയ ഗവർണർ നടപടി നിയമസഭയോടുള്ള അവഹേളനമായി വിലയിരുത്തുകയാണ് രാഷ്ട്രീയ കേരളം. സർക്കാരിനോടുള്ള തന്റെ നയം ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ. പ്രോട്ടോകോൾ പ്രകാരമുള്ള സ്വീകരണം മുതൽ നയപ്രഖ്യാപന പ്രസംഗാവതരണവും അതിനുശേഷമുള്ള മടക്കയാത്രയിലും വരെ ഗവർണർ നയം പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. എന്റെ സർക്കാർ എന്ന് ആവർത്തിച്ച് പറയേണ്ടുന്ന 61 പേജ് ഉണ്ടായിരുന്ന പ്രസംഗം അഭിസംബോധനയ്ക്ക് ശേഷം അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ അവസാനിപ്പിച്ചു. സർക്കാരിനോടും ഇടത് യുവജന പ്രസ്ഥാനങ്ങളോടുമുള്ള തന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഗവർണർ ഉറപ്പിച്ച് വ്യക്തമാക്കി. ഗവർണറുടെ നടപടിയിൽ സഭാനാഥനും ആശ്ചര്യത്തിന്റെ മുഖഭാവം തന്നെയായിരുന്നു. പ്രതിപക്ഷവും നടപടിയിൽ വിമർശനം ഉന്നയിച്ചു. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ചു മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമായി ഞങ്ങൾ കാണുകയാണ്. ഭരണഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഗവർണർ തയ്യാറായില്ലെന്ന രാഷ്ട്രീയ വിമർശനം പ്രതിപക്ഷവും ഉന്നയിക്കുമ്പോൾ വിഷയത്തിന് ലഭിക്കുന്നത് മറ്റൊരു നിറമാണ്. ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ കൂടി നിശബ്ദ പിന്തുണ ഉണ്ടാകുന്നത് സർക്കാരിന് നേരിയ തോതിലെങ്കിലും ആശ്വാസം തന്നെയാണെന്നാണ് വിലയിരുത്തൽ. നമ്മുടെ ഗവർണർ അഡ്രസ്സിൽ ആദ്യത്തെ ഒരു ലൈൻ വായിച്ച് അവസാനം ഒരു ലൈൻ വായിച്ച് അവസാനിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗവർണർ നയപ്രഖ്യാപന ദിവസം വായിക്കാതിരുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് വായിച്ചു കഴിഞ്ഞു. നടപടിയിൽ അസ്വാഭാവികതയില്ലെന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഗവർണറോടുള്ള സമീപനത്തിൽ പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. ഗവർണർ വായിച്ചില്ലെങ്കിലും കഴിഞ്ഞ തവണത്തേതുപോലെ വിയോജിപ്പ് രേഖപ്പെടുത്താത്തതിനാൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ അതേപടി നിലനിൽക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം പോലും ചോദിക്കാതെ ഗവർണർ ഒപ്പിട്ടപ്പോൾ ആദ്യ കടമ്പ കടന്നതിന്റെ ആശ്വാസത്തിലായിരുന്ന സർക്കാരിന് മറ്റൊരു തരത്തിൽ മറുപടി നൽകുകയായിരുന്നു ഗവർണർ. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ പ്രതിഷേധത്തിനിടയാക്കി ഗവർണറുടെ നയം വരും ദിവസങ്ങളിൽ ചർച്ചയിൽ പ്രധാന വിഷയമാകുന്നതിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.